എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ട് 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഈ വർഷത്തെ വിജയശതമാനവും അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ A+ ലഭിച്ചു എന്നുള്ളതും അതുപോലെ ഏത് വിഷയത്തിനാണ് കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLC പരീക്ഷയെക്കുറിച്ചും പരീക്ഷ ഡേറ്റിനെക്കുറിച്ചും വിദ്യാഭ്യാസ മന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ടുകൾ വെബ്സൈറ്റുകളിലും അതുപോലെ ആപ്ലിക്കേഷനുകളിലും ലഭ്യമാകും. സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ PRD ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് parishabhavan.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ result.kite.kerala.gov.in എന്നീ വെബ്സൈറ്റുകൾ വഴിയും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റിസൾട്ട് അറിയുന്നതിനായിട്ടുള്ള ലിങ്കുകൾ പരീക്ഷാ ഭവൻ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് പരീക്ഷാ പോർട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാ വെബ്സൈറ്റുകളുടെയും ആ ഒരു ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതത് വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം SSLC HI, THSLC HI, അതുപോലെ തന്നെ THSLC, അതുപോലെ തന്നെ AHSLC എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾ ഇതിൽ ഏതാണോ, അതായത് SSLC HI എന്ന് പറഞ്ഞാൽ SSLC ഹയർ സെക്കൻഡറി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ആ ഒരു റിസൾട്ട് അറിയേണ്ടത്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പേജിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അപ്പോൾ അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പെട്ടെന്ന് തന്നെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക്, അതായത് ഇത് ഈ ഒരു ഹയർ സെക്കൻഡറി, അതായത് ഹിയറിംഗ് ഇമ്പയർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളല്ല ഈ ഒരു വെബ്സൈറ്റിൽ കയറേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് കയറേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിങ്ക് ഇതിൽ മിസ്സായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു വെബ്സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ നിങ്ങൾ സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അതിൽ നിന്നും നിങ്ങളുടെ SSLCയുടെ നമ്പർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക്, അതായത് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം അറിയാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.